ഇന്നിപ്പോൾ വീണ്ടും ആ പ്രതികരണങ്ങൾ PM3യിൽ വരികയാണല്ലോ ശ്രീ ബിനോയ് വിശ്വം. എന്താണ് ഇതിൻ്റെ ഒരു സാഹചര്യം? കാരണം ഇപ്പോൾ കത്ത് അയച്ചിരിക്കുന്നു PM3യിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആ കത്ത് അവിടെ സ്വീകരിക്കപ്പെടുമോ എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. എന്നാൽ പോലും ഇന്ന് ശിവൻകുട്ടിയുടെ പ്രതികരണം, മുഖ്യമന്ത്രിയുടെ പ്രതികരണം, അങ്ങ് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? PM3 സംബന്ധിച്ച് LDF കൈക്കൊണ്ട തീരുമാനം, CPI CPM സംയുക്തമായി കൈക്കൊണ്ട തീരുമാനം, അത് കത്ത് മുഖേന അറിയിച്ചു കഴിഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്റിനെ. അത് വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി വിവാദമുണ്ടാക്കാൻ CPIക്ക് ലവലേശം താല്പര്യമില്ല. ആ താല്പര്യം ഉള്ളവർക്ക് ആ ചർച്ചയാകാം. CPIക്ക് ഇപ്പോൾ മുഖ്യം ഈ തെരഞ്ഞെടുപ്പാണ്. LDFിൻ്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി LDF മുന്നോട്ട് പോകും ഉറപ്പാക്കലാണ് CPIക്ക് ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ ദൗത്യമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിനപ്പുറത്ത് വിവാദങ്ങളുടെ സന്തോഷം അത് ഞങ്ങൾക്ക് വേണ്ട. അതിലൊരു വിജയത്തിൻ്റെ ക്രെഡിറ്റ് CPI എടുത്തിട്ടുണ്ടോ ശ്രീ ബിനോയ് വിശ്വം? കാരണം ഇതിപ്പോൾ ഇടത് നിലപാടിൻ്റെ വിജയമെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. അപ്പോൾ ഇത് ആരുടെയും വിജയവും പരാജയവുമായി കാണേണ്ടതില്ല എന്ന് എന്തുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചു? ഇതൊക്കെ തീരുമാനത്തിൻ്റെ അന്ന് തന്നെ കൃത്യമായിട്ട് CPI നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ചോദ്യമുണ്ടായി, ഇത് CPIയുടെ വിജയമല്ല എന്ന്. അപ്പോൾ CPIക്ക് വേണ്ടി ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ അളവുകൾ വെച്ച് അളക്കാൻ താല്പര്യമില്ല CPIക്ക്. അപ്പോൾ വീണ്ടും ചോദ്യം വന്നു, എങ്കിലും ഇത് വിജയമല്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിജയപരാജയങ്ങളുടെ ആ അളവുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇത് LDFിൻ്റെ വിജയമാണെന്ന് പറയും. LDFിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വിജയം, LDFിൻ്റെ ഐഡിയോളജിയുടെ വിജയം എന്നാണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അതാണ് CPI നിലപാട്. ഇത് LDFിൻ്റെ വിജയമാണ്, LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്, CPIയുടെയും CPMൻ്റെയും വിജയമാണ്, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിൻ്റെ വിജയമാണ്. ഇതാണ് CPI നിലപാട്. അന്നും ഇന്നും നാളെയും അതായിരിക്കും. അങ്ങനെയെങ്കിൽ മന്ത്രി ശിവൻകുട്ടി എന്തിനായിരിക്കും രോഷം കൊണ്ടത്? അത് പറയാൻ എനിക്കറിയില്ല. കാരണം യാതൊരു കാര്യവുമില്ലാതെ തികച്ചും ഒരു അസ്ഥാനത്തായ പ്രസ്താവനയാണെന്ന് ഞാൻ പറയും. ശിവൻകുട്ടിയായിട്ട് നല്ല സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്ത്, വർഷങ്ങൾ പഴക്കമുള്ള ബന്ധമാണത്. ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്ത സമരങ്ങളുടെ ഓർമ്മ എനിക്കുണ്ട്, അടികൊണ്ട ഓർമ്മയുണ്ട്, ജയിലിൽ കിടന്ന ഓർമ്മയുണ്ട്. ഇതെല്ലാം ഓർമ്മയിൽ വെച്ചിട്ട് പറയുന്ന ആ ബന്ധം നല്ല ബന്ധമാണ്, അഗാധമായ ബന്ധമാണ്. ശിവൻകുട്ടി ഇന്നലെ വന്ന ആളല്ല രാഷ്ട്രീയത്തിൽ. ഒരുപാട് വർഷങ്ങളുടെ അനുഭവസമ്പത്തുള്ള നേതാവാണ് അദ്ദേഹം. CPIഎമ്മിൻ്റെ ഒരു പരിണതപ്രജ്ഞനായ നേതാവായ സഖാവ് ശിവൻകുട്ടി നല്ല മന്ത്രിയാണ് അദ്ദേഹം, കാര്യപ്രാപ്തിയുള്ളവൻ. ആ ശിവൻകുട്ടി എന്തിനാണ് ഈ സമയത്ത് LDF ഒറ്റക്കെട്ടായി ഇലക്ഷനിലേക്ക് പോകുന്ന വേളയിൽ ഈ സമയത്ത് ഒരു പ്രകോപനം കുത്തിപ്പൊക്കാൻ അദ്ദേഹം ശ്രമിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആ പ്രേരണ അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. എന്തായാലും അത്തരമൊരു പ്രകോപനത്തിൻ്റെ രീതിയിലേക്ക് വഴുതി വീഴാൻ CPIക്ക് താല്പര്യമില്ല.